ഇവിടെ വന്ന് വിചാരം കൂടി എൻ്റെ വിവാഹം ഈ 15ലേക്ക് ദൈവം അനുഗ്രഹിച്ചു. ഞാൻ അതിന് നന്ദി പറയാനായിട്ട് ഇവിടെ ധ്യാനത്തിലേക്ക്. എൻ്റെ പേര് ജാൻസി. ഞാൻ കിഴക്കൻ മെത്രക്കേരിന്ന് വരുന്നു. എനിക്ക് 2011 ഞാൻ ഏകദിനം കൂടി റെനിയച്ചൻ്റെ എനിക്കൊരു ഭവനം ദൈവം 2012 തന്നു. ദൈവത്തിന് നന്ദി പറയാനും പിന്നെ എൻ്റെ മൂത്ത മകൾക്ക് കണ്ണിന് ചെറിയൊരു ചെരുവുണ്ടായിരുന്നു. ഓപ്പറേഷൻ ഒന്നും വേണ്ട, അത് എക്കറ്റിൽ കൂടെ മാറിക്കൂടും ഡോക്ടർ പറഞ്ഞു. പിന്നെ 2 മക്കൾക്ക് 8 വയസ്സുള്ള മോനും 9 വയസ്സുള്ള മോനും 8 വയസ്സുള്ള മോൾക്കും കൈ വരച്ചു കൊടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് ദൈവം മാറ്റി തന്നു. ദൈവത്തിനായാലും നന്ദി പറയാൻ വേണ്ടി വന്ന ഏതെങ്കിലും സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്ന ഞാനിവിടെ. ഞാൻ മാടപ്പള്ളിയിൽ നിന്ന് വരുന്നു. വർഷങ്ങളായി ഞാൻ ചൂടുവെള്ളത്തിലാണ് കുളിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന് ധ്യാനം കൂടിയതിന് ശേഷം പച്ചവെള്ളത്തിൽ കുളിക്കാമെന്ന് വിചാരിച്ചു. പച്ചവെള്ളത്തിൽ കുളിച്ചു. എനിക്ക് യാതൊരുവിധ അസ്വസ്ഥതകളും തൊണ്ടവേദനയോ ശരീരവേദനയോ ഒന്നും ഉണ്ടായില്ല. അതുപോലെ തന്നെ എൻ്റെ മകൻ പ്രാർത്ഥനയിലും ഒന്നും പങ്കെടുക്കാതെ പള്ളിയിലും പോകാൻ ഇഷ്ടമില്ലാതെ ഒരു അവസ്ഥയിലായിരുന്നു. ഇവിടെ വന്ന് ധ്യാനം കൂടി അവനെ ഒത്തിരി മാറ്റമുണ്ട്. ഈശോയ്ക്ക് നന്ദി. പേര് റീന. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ ധ്യാനം കൂടാൻ വന്നത്. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ വന്നതാണ് ഈ ധ്യാനത്തിന്. എനിക്ക് കഴിഞ്ഞ ജൂലൈ മാസം മുതൽ എനിക്ക് ബ്ലീഡിങ് ആരംഭിച്ച് യൂട്രസ് അത് നോക്കി മൾട്ടിപ്പിൾ ഫൈബ്രോയിഡ് ആയിരുന്നു. കണ്ടുപിടിച്ചപ്പോൾ ഉടനെ തന്നെ ഓപ്പറേഷനാണ് പറഞ്ഞത്. എങ്കിലും അല്പം കൂടെ നീട്ടിക്കൊണ്ട് പോകാമെന്ന് ഡോക്ടർ പറഞ്ഞത് വിചാരിച്ച് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ ഓഗസ്റ്റ് മാസം മുതൽ എനിക്ക് ബ്ലീഡിങ് തുടങ്ങിയിട്ട് 24 മണിക്കൂറും എനിക്ക് ബ്ലീഡിങ് ആയിട്ട് ഒന്ന് ചുമയ്ക്കാനോ ചിരിക്കാനോ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോണും അതിൻ്റെ കൂടെ തന്നെ കണ്ടുപിടിച്ചു. അപ്പോൾ 2 സർജറിയും കൂടെ ഒന്നിച്ച് നടക്കണം. പക്ഷേ എൻ്റെ ശാരീരികസ്ഥിതി വെച്ച് എനിക്കത് സാധിക്കുകയില്ല. അതിന് 1 വർഷം മുമ്പ് എനിക്ക് തൈറോയിഡക്ടമി ചെയ്തതാണ്. അപ്പോൾ TSH എനിക്ക് ഭയങ്കര ഹൈ ആയി നിൽക്കുന്നു. അതങ്ങനെ നിൽക്കുമ്പം ഓപ്പറേഷൻ ഒരിക്കലും നടക്കുകയില്ല. ആ സമയം കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഡോക്ടേഴ്സ് പറയുന്നു. അപ്പോൾ 3 ഡിപ്പാർട്ട്മെൻറ്റിലാണ് എന്നെ നോക്കുന്നത്. 3 പേരും നോ ഒബ്ജക്ഷൻ പറഞ്ഞെങ്കിലേ എനിക്ക് ഈ സർജറി നടക്കത്തുള്ളൂ. ഇത് ഒരു കാരണവശാലും എനിക്കിത് 3 പേരും കൂടി സർട്ടിഫൈ ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുന്നുമില്ല. അങ്ങനെ ഭയങ്കരമായി കഷ്ടപ്പെടുന്ന അവസ്ഥയിൽ എൻ്റെ അനിയത്തി ഇവിടെ ഈ കാർമൽ മൗണ്ടിൽ അവൾ വർഷങ്ങളായി ഇവിടെ പ്രാർത്ഥനയ്ക്കും മറ്റിവിടുത്തെ ശുശ്രൂഷകൾക്കും സംബന്ധിക്കുന്ന ആളാണ്. ഇവിടെ എനിക്ക് വേണ്ടി പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും അതുപോലെ എനിക്ക് വേണ്ടപ്പെട്ടവരും എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ വീട്ടുകാരെല്ലാവരും എന്നെ അറിയുന്ന എല്ലാവരും എല്ലാ സ്ഥലത്തു നിന്നും എനിക്ക് വേണ്ടി പ്രാർത്ഥനയും നേർച്ചകളും ഒക്കെ നിറവേറ്റിക്കൊണ്ടിരുന്നത്. എങ്ങനെയെങ്കിലും എൻ്റെ ഓപ്പറേഷൻ ഒന്ന് നടക്കണമെന്ന് വിചാരിച്ച് അങ്ങനെ ഒക്ടോബർ 3-ാം തീയതി എനിക്ക് 2 ഓപ്പറേഷനും ഒന്നിച്ച് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് അത് കുഴപ്പമില്ല, ഞാൻ രക്ഷപ്പെട്ടു. പിന്നീട് എനിക്ക് ബെൽറ്റ് ഇല്ലാതെ എനിക്ക് ഇരിക്കാനോ നടക്കാനോ ജോലി ചെയ്യാനോ ഒന്നും സാധിക്കുന്ന അവസ്ഥയിലായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോരുന്ന അവസരത്തിൽ ഞാൻ ട്രെയിനിൽ വരുന്ന സമയത്ത് ബെൽറ്റ് ഇടാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുകയില്ല. പക്ഷെ ഞാൻ ബെൽറ്റ് എടുത്തില്ല. എന്തായാലും ഞാൻ ദൈവസന്നിധിയിലോട്ടാണല്ലോ വരുന്നത്, ഞാൻ അല്പം ത്യാഗം സഹിച്ചു തന്നെ ഇരിക്കും. ഈ 3 മണിക്കൂർ കൊണ്ട് ഇവിടെ എത്താത്ത ഞാൻ വന്നപ്പം ഞാൻ വരാൻ ഉദ്ദേശിച്ചിരുന്ന ട്രെയിൻ വിട്ടുപോയി. മദ്രാസ് മെയിലിൽ വരാനായിരുന്നു, അത് കിട്ടിയില്ല. ഞാൻ പിന്നെ പാസഞ്ചറിലാണ് വന്ന് ഇരട്ടി സമയം എടുത്തു. ആ സമയം മുഴുവൻ ഞാൻ വേദന കൊണ്ട് പൊളയുകയായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം എനിക്ക് കുറേ അസ്വസ്ഥതയുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ സിസ്റ്റർ പ്രാർത്ഥിച്ചു പറഞ്ഞു ബെൽറ്റ് ഉപയോഗിക്കുന്നവർക്ക് അത് മാറ്റി കിട്ടുന്നതാണ്. എനിക്ക് അത് ഈ നടുവേദന എനിക്ക് പൂർണ്ണമായിട്ടും ഇപ്പം എനിക്ക് തീരെ തന്നെ ഇല്ല, ബെൽറ്റ് ഞാൻ ഉപയോഗിക്കുന്നുമില്ല. പിന്നെ വളരെ മാനസിക വേദനയിലായിരുന്നു ഞാനിവിടെ വന്നത്. എനിക്കത് ഇപ്പം ഭയങ്കര സന്തോഷം. ഞാൻ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ച് വന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് വിടുതൽ കിട്ടി. എനിക്ക് വളരെ സന്തോഷം. എൻ്റെ പേര് എക്സമ്മ. ഞാൻ കുത്രപ്പള്ളിയിൽ വരുന്നു. 2009 മുതൽ ഏകദിന കൺവെൻഷൻ ഞാനിവിടെ വരുന്നയാളാണ്. അപ്പം താമസിച്ചുള്ളൊരു ധ്യാനം കൂടണമെന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. ഇപ്പം ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് അത്ര വളരെ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. മോനും വന്നിട്ടുണ്ട്, ഹസ്ബൻഡും വന്നിട്ടുണ്ട്. മോള് സമർപ്പിത ജീവിതത്തിനായി കന്യാസ്ത്രീയാകാൻ പഠിക്കുന്നു. ലിസി കോൺവെൻറ്റിൽ പഠിക്കുന്നു. പിന്നെ എനിക്ക് അലർജിയുടെ ഒരു രോഗം ഉണ്ടായിരുന്നത് ഇവിടെ സാക്ഷ്യം പറഞ്ഞു. ഞാനും 16-12 മരുന്നോ ലേപനോ അല്ല, അവിടുത്തെ വചന വയസ്സ് എന്നെ സൗഖ്യപ്പെടുത്തി. ഇവിടെ വന്നപ്പോൾ എനിക്ക് കാലിന് വേദന അസ്വസ്ഥതകളൊക്കെ ഉണ്ട്. അതെല്ലാം പൂർണ്ണമായിട്ട് മാറ്റി. അതിലേറെ ദൈവത്തിന് നന്ദി പറയാനായിട്ട് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ സ്തുതിപ്പിൻ്റെ നേരത്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച സിസ്റ്റർ ഇങ്ങനെ
ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും പേര് പറയുന്നുണ്ടായിരുന്നു. അന്നേരം പേര് ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, ഈശോയെ എന്താണ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നതായിട്ട് പറയാത്തെന്ന് ചോദിച്ച് ആ സെക്കൻഡിൽ തന്നെ ടെസ്റ്റിൻ സിസ്റ്റർ വിളിച്ച് പറയുന്നു, ലിൻഡോയെ അനുഗ്രഹിക്കുന്നു, അവനെ ശക്തിപ്പെടുത്തുന്നു, ലാൽച്ചനെ അനുഗ്രഹിക്കുന്നു, ലാൽച്ചൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു പറഞ്ഞു. അത് ഈശോയെ എത്ര നന്ദി പറഞ്ഞാൽ ഞാൻ കുളങ്ങയിൽ വരുന്നു. ഇവിടെ വരുന്നതിന് 2-3 ആഴ്ച മുമ്പ് എനിക്ക് ഈ അടുത്ത ഭാഗത്ത് തോള് മുതൽ കൈമുട്ട് വരെ ഭയങ്കര വേദനയായിരുന്നു, കഴക്കി വെക്കായിരുന്നു. അതിന് ഇവിടുത്തെ 2ാമത്തെ ദിവസം ആരാധനയുടെ സമയത്ത് സിസ്റ്ററെ വിളിച്ച് പറഞ്ഞ അനുവിന് സൗഖ്യം നൽകുന്നു. അന്നേരം മുതൽ എനിക്ക് കൈക്ക് ഇതുവരെ ഒരു വേദന. ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ എൻ്റെ പെള്ളി വെട്ടി ഒരു പുസ്തകം ഇരിക്കുന്നു, അനക്കാൻ മേലായിരിക്കാൻ. ഇന്ന് രാവിലെ തോമസ് ബ്രദർ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ എൻ്റെ പെള്ളിക്ക് നല്ല സൗഖ്യം കിട്ടി. ഇപ്പോൾ സിസ്റ്റർ പ്രാർത്ഥിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ഏത് ഭാഷ പറഞ്ഞൊന്നും എനിക്ക് അറിയത്തില്ല. ദൈവത്തിന് നന്ദി പറയാം. അതിനുശേഷം ഉണ്ടായ ഒരു രോഗസൗഖ്യത്തെക്കുറിച്ചും പറയാനുണ്ട്. ഞാൻ 2 മാസം മുമ്പ് വീട്ടിൽ ഒന്ന് മുട്ടുകുത്തി വീണിട്ട് വലത്തെ മുട്ടിന് നല്ല നീരായിരുന്നു. ആ നീർക്കെട്ട് ഇതുവരെയും മാറിയിട്ടില്ലായിരുന്നു. ഞാൻ തൈലാഭിഷേകത്തിൻ്റെ സമയത്ത് സിസ്റ്ററിനോട് പറഞ്ഞു, ഇതുപോലെ കാലിൻ്റെ മുട്ടിന് വേദനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഇവിടെ മുട്ടുകുത്തി നടക്കുന്ന എല്ലാ ശുശ്രൂഷകളിലും പങ്കെടുക്കാൻ പറഞ്ഞു. എല്ലാ ശുശ്രൂഷകളിലും ഞാൻ ആദ്യമൊക്കെ വളരെ വിഷമിച്ചാണ് കുരിശിൻ്റെ വഴിക്കൊക്കെ നിന്നത്. എങ്കിലും സിസ്റ്റർ പറഞ്ഞത് അത് ദൈവത്തിൻ്റെ വചനമായി കേട്ടുകൊണ്ട് ഞാൻ അതനുസരിച്ചു അങ്ങനെ നിന്നു. എനിക്ക് ഇന്നലെ നടന്ന മരിച്ചവർക്ക് വേണ്ടിയുള്ള കുർബാനയുടെ മധ്യത്തിൽ എൻ്റെ മുട്ടിന് ഒരു ശകലം പോലും വേദന അനുഭവപ്പെടാതെ എനിക്ക് മുട്ടുകുത്തുവാനും അനുഷ്ഠിക്കാണ്. എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് രോഗശാന്തിനെ കുറിച്ചല്ല, എന്നിൽ വന്നൊരു നോർമൽ ചേഞ്ചിനെ കുറിച്ചാണ്. ഇതെൻ്റെ ലൈഫിലെ ഫസ്റ്റ് റിട്രീറ്റ് ആണ്. ഇതിനു മുൻപ് ഞാൻ ഒരു ധ്യാനവും കൂടിയിട്ടില്ല. ഇവിടെ വന്നതും ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമല്ല, എന്നെ നിർബന്ധിച്ചുകൊണ്ടാണ്. ഞാൻ ഐ എം വെരി ഹാപ്പി ബീങ് ഹിയർ. പിന്നെ ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് എനിക്ക് എൻ്റെതായ കോൺസെപ്റ്റ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ലോജിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ബൈബിളിൽ ആദ്യത്തിൻ്റെ ഹവ്വയുടെ കഥ വായിച്ചു. അതിനകത്ത് കഥ എന്ന് വെച്ചാൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട്, ഹവ്വയുടെ ആദ്യത്തിൻ്റെ മക്കള് വേറെ കല്യാണം കഴിച്ചു. അപ്പം എനിക്ക് ആദ്യം വന്നതിൻ്റെ തലയിൽ ഫ്രാങ്ക്ലി പറയാം, എൻ്റെ തലയിൽ ആദ്യം വന്ന ക്വസ്റ്റ്യൻ അതാ, ആ പെണ്ണപ്പം എവിടെ നിന്ന് വന്നു? ആദ്യത്തെ ഹ്യൂമൻ ബീങ് ആദ്യമല്ലേ? ഇപ്പോൾ എന്താ? അപ്പം ഇവിടെ എന്താ ഒരുമാതിരി എനിക്ക് ആദ്യം വന്ന ക്വസ്റ്റ്യൻ മോറൽ ട്രാഫിക്കിംഗ് ആണ് ബൈബിൾ ചൂണ്ടി കാണിക്കുന്നത്. ഫ്രാങ്ക്ലി ഞാൻ പറയുക, ഇപ്പം ആഫ്റ്റർ ഇവിടെ കൂടിയതിന് ശേഷം ഐ റിയലി റിഗ്രറ്റ് ദാറ്റ് ഐ യൂസ് ടു തിങ്ക് ഈച്ച് ആൻഡ് എവറിത്തിങ് സോ ലോജിക്കലി. പിന്നെ എനിക്ക് എൻ്റെതായ ഫിലോസഫീസ്, എൻ്റെതായ ഫോർ എക്സാമ്പിൾ എനിക്ക് അമ്മ പ്രാർത്ഥിക്കാൻ വിളിക്കുവാണെങ്കിൽ ഞാൻ അമ്മയോട് പറയുന്നത് മനസ്സിലാവും. എനിക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യം, ഞാനത് പ്രാർത്ഥിക്കുന്നത് എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എനിക്ക് മൂടില്ലാത്ത സമയത്ത് ഞാൻ പ്രാർത്ഥിക്കില്ല, മൂടുള്ള സമയത്ത് പ്രാർത്ഥിക്കത്തുള്ളൂ. ഇറ്റ്സ് ലൈക്ക് എനിക്ക് കുറേ സഹായങ്ങൾ ഗോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഞാൻ ദൈവത്തെ സമീപിച്ചിട്ടുള്ളൂ. ഐ ഡോണ്ട് പ്രേ യൂഷ്വലി. ഞാൻ ഒരിക്കലും പ്രേ ചെയ്തുകൊണ്ടേ ഇരിക്കില്ലായിരുന്നു. എനിക്ക് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഞാൻ പ്രേ ചെയ്തിട്ടുള്ളായിരുന്നു. ആൻഡ് ആ ടൈം എൻ്റെ ഒരു കോൺസെപ്റ്റ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം യേശുവിനെ സമീപിച്ചാൽ പോരെ, എന്തിനാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇവിടെ കൂടിയതിന് ശേഷം ഐ റിയലൈസ് ദാറ്റ് he's like, it's a very important thing in your life. Religion is very important, and I really regret that ഞാൻ ഇത്ര ലോജിക്കലി തിങ്ക് ചെയ്യുന്നത്. കുറേ അൺവാണ്ടഡ് ഡൗട്ട്സ് ഉണ്ട്, എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റും, അതുകൊണ്ടാണ് പറയാത്തത്. ബട്ട് ഇറ്റ്സ് ലൈക്ക് ഐ റിയലി റിഗ്രറ്റ്. സോ ഐ റിയലി താങ്ക് ജീസസ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്. എനിക്ക് പറയുന്ന പോലെ വലിയ വിശ്വാസമുള്ള ആളൊന്നും അല്ലായിരുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ വളരെ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബൈബിളിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിരുന്ന പോലുമില്ല. ഞാൻ എപ്പോഴും പറഞ്ഞത് ബൈബിൾ ഒരു കളക്ഷൻ ഓഫ് ബുക്സ് ആണെന്നും അതൊരു ഇൻകംപ്ലീറ്റ് ബുക്കായിരുന്നു ആയിരുന്നു എൻ്റെ ചിന്താഗതി. എങ്കിലും ഞാൻ കുറേ അടുത്ത കാലത്താണ് ഞാൻ വിശ്വാസിയാണെന്ന് പറയും. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയി ഇടയ്ക്ക് പ്രാർത്ഥിക്കായിരുന്നു. അപ്പോൾ എനിക്ക് നല്ലപോലെ പഠിച്ചിട്ടും കേംബ്രിഡ്ജിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് എനിക്ക് ജോലിയിൽ ഒത്തിരി തടസ്സമാണ്. എനിക്ക് സിവിൽ സർവൻ്റ് ആണ് ഭയങ്കര ആഗ്രഹം. അപ്പം ഞാൻ UK പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊട്ടാരച്ചനെ കണ്ടു. കൊട്ടാരച്ചൻ പറഞ്ഞു, മോനെ നീ ഇവിടെ വന്നൊരു ധ്യാനം കൂടിയാൽ ശരിയാക്കുള്ളൂ, എവിടെയെങ്കിലും ധ്യാനം കിടന്നു. ഞാൻ നടക്കുന്ന കാര്യം നടക്കുമെന്ന് തോന്നിയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം എൻ്റെ സിവിൽ സർവീസ് കഴിഞ്ഞിട്ട് എനിക്ക്
റോയിറ്റേഴ്സിൽ സെലക്ഷൻ കിട്ടിയിട്ട് പോലും ഞാനത് വേണമെന്ന് വെച്ചിട്ട് ഇന്ത്യയിൽ വന്നു സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യണം. ഞാൻ പ്രിപ്പയർ ചെയ്ത വർഷം സിവിൽ സർവീസിന് സിലബസും പറയും. അപ്പോഴത്തേക്ക് ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല ഇങ്ങനെ എഴുതേണ്ടതെന്ന്. ഞാൻ പിന്നെ കുറേ പുസ്തകങ്ങൾ വായിച്ചു. എന്തൊക്കെ പുസ്തകങ്ങൾ വായിച്ചത് എനിക്ക് തന്നെ തരും, ഇഷ്ടംപോലെ വായിച്ചു. അപ്പം ഞാൻ ആ വർഷം എഴുതി, എനിക്കത് കിട്ടിയില്ല. രണ്ടാമത്തെ വർഷം ഞാൻ വിചാരിച്ചു കുറേ പേർക്ക് അറിയാം, അത്യാവശ്യം ഒന്നും കൂടെ ശ്രമിക്കാൻ പറ്റും. ആ വർഷം കിട്ടിയില്ല. പിറ്റേ ദിവസം ഞാൻ വിചാരിച്ചു നീ ഈ പരിപാടി നിർത്തുക, നല്ല ജോലി ഇഷ്ടംപോലെ ഓഫേഴ്സ് കിട്ടുന്നുണ്ട്, അതിൻ്റെ കുറേ പോയേക്കാം. അപ്പോഴത്തേക്ക് എനിക്ക് എന്നാലും ഭയങ്കര മടി, എനിക്ക് ഇവിടെ തന്നെ ഒരു സിവിൽ സർവൻ്റ് ആണ് ഭയങ്കര ആഗ്രഹം. അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്കൊരു ജോലി കിട്ടുവാണെങ്കിൽ, സാലറിയേക്കാൾ എനിക്ക് ഇവിടെ ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഒന്നും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. എനിക്ക് ഏജ് ഓവറോ വന്നില്ല, എനിക്ക് 27 വയസ്സാകും. അപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് ഒരിക്കലും ഇവിടെ കിട്ടത്തില്ല, ഇന്ത്യയിൽ ഒരിക്കലും എനിക്ക് നല്ലൊരു ഓഫർ കിട്ടത്തില്ല, എല്ലാം കിട്ടുന്ന കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ 14-ാം തീയതി വരാനിരുന്ന ആളാണ്. ഞാൻ 13-ാം തീയതി ഇവിടുന്ന് ദുബായ് ഗൾഫ് ന്യൂസിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകാനായിരുന്നു. എനിക്ക് പക്ഷേ ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ വേറൊരാൾ ആ സമയത്ത് ജോയിൻ ചെയ്യും. ഞാൻ വെച്ചിട്ട് അങ്ങനെയാണ് ഈ ധ്യാനം കൂടിയേക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഞങ്ങളുടെ വികാരിയച്ഛനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ എന്ന് പള്ളിയിൽ പ്രാർത്ഥിച്ചാലും കർത്താവ് എനിക്ക് പണി തന്നിട്ടേ ഉള്ളൂ. അതുപോലെ അതിന് മുമ്പ് വേറെ അച്ഛൻ എന്നോട് പറഞ്ഞു, മോനെ നീ പറ്റുമെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും ഔസേറ്റുകാരൻ്റെ മുമ്പിൽ പോയി തിരി കത്തിക്കണം. ഞാൻ പറഞ്ഞു, അച്ഛൻ എൻ്റെ അവസ്ഥ വെച്ചാണെങ്കിൽ തിരി കത്തിച്ചിട്ട് ഒരു കാര്യമായിട്ട് 12 കത്തിക്കേണ്ടി വരുന്നു. അങ്ങനെ അതിനുശേഷം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ പലരും ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. അപ്പം ഇപ്പം ഈ മദ്യത്തിനെ പറ്റിയൊക്കെ പറയും, ഞാൻ മദ്യപാനിയൊന്നുമില്ല, വല്ലപ്പോഴും ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഈ സിസ്റ്റർ പറഞ്ഞാൽ മദ്യം പിശാചിന് മൂത്രമെന്ന് ഞാൻ പറയും എന്തായാലും ലോക്കൽ മൂത്രമൊന്നും ഞാൻ കഴിക്കാറില്ല, കഴിക്കുമ്പോൾ ബ്രാൻഡഡ് കഴിക്കാറുള്ളൂ. അങ്ങനെ പലരും പറയും എടാ അത് വല്ലപ്പോഴും, ഞാനൊന്നും വല്ലപ്പോഴും പാർട്ടിയിലെ കഴിക്കുന്നത് അല്ല, എടാ അത് മദ്യപാനം ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ട്, വായിലൂടെ പോകുന്നൊന്നും നമ്മളെ അശുദ്ധനാക്കത്തില്ല, വായിൽ നിന്ന് വരുന്നത് അശുദ്ധനാക്കുന്നത്. അപ്പം ഞാൻ എങ്ങനെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് എനിക്കിങ്ങനെ തിരിച്ചു പറയാൻ പറ്റുന്ന എനിക്ക് തന്നെ അറിയത്തില്ല. ഇവിടെ പ്രാർത്ഥന കൂടി ആ ആൻറ്റിയുടെ ഞാൻ കണ്ടോണ്ടിരുന്നു. ആൻറ്റി വളരെ കഷ്ടപ്പെട്ട് നടക്കുന്നു. ആ ആൻറ്റിയുടെ സാക്ഷ്യം ഞാൻ കണ്ടപ്പോഴാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കാൻ തുടങ്ങിയത്.